بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പഠിക്കുകയും മുവഹിദുകളും മുത്തഖികളുമായി ജീവിതം നയിക്കുകയും ചെയ്യണം എന്ന് എന്നോട് നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതി വഉയൂൻ. അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ട് തഖ്വയോടെ ജീവിക്കുന്ന എല്ലാ സത്യവിശ്വാസികളും സ്വർഗത്തോപ്പുകളിലും അരുവികളിലുമായിരിക്കും. ആഖിദീന മാ ആതാഹും റബ്ബുഹും. അവരുടെ റബ്ബ് അവർക്ക് നൽകുന്ന സമ്മാനങ്ങളെല്ലാം അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ. ഇങ്ങനെ മഹാഭാഗ്യം അവർക്ക് ലഭിച്ചത് തീർച്ചയായും മുമ്പ് അഥവാ ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലത്ത് റബ്ബിനെ കാണും എന്ന ഉറപ്പോടെ ഇബാദത്തുകളും നന്മകളും ചെയ്തിരുന്നവരാണ്. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ. രാത്രിയിൽ അല്പസമയം മാത്രം കിടന്നുറങ്ങിയവരാണ്. ധാരാളമായി അവർ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരാണ് എന്നർത്ഥം. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അത്താഴ സമയങ്ങളിൽ അല്ലാഹുവോട് മാപ്പിരുന്നു കൊണ്ടിരിക്കുന്നവരാണ്. വഫീ അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സായിലി വൽ മഹ്റൂം. അവരുടെ സ്വത്തിൽ ചോദിച്ചു വരുന്നവർക്കും പാവപ്പെട്ടവർക്കും അവകാശമുണ്ടായിരുന്നു. അഥവാ അവർ ധാരാളമായി സ്വതക്കയും കൃത്യമായി സക്കാത്തും നൽകുന്നവരായിരുന്നു. അതുകൊണ്ടാണ് ഇബാദത്തുകളിലൂടെ തഖ്വ സ്വായത്തമാക്കിയ മുഴുവൻ ആളുകളും സ്വർഗത്തോപ്പുകളിലും അരുവികളിലുമായിരിക്കുമെന്ന് ഖുർആൻ വാഗ്ദാനം ചെയ്യുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്. ഖാല, അദ്ദേഹം പറഞ്ഞു, ദഖല റമളാൻ. റമളാൻ മാസം വന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേരത്തെ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ഹാദാ അശ്ശഹർ ഖദ് ഹളറക്കും. തീർച്ചയായും ഈ മാസം നിങ്ങളിലേക്ക് സന്നിഹിതമായിരിക്കുന്നു. വഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ. ഈ മാസത്തിൽ 1000 മാസത്തെക്കാൾ പുണ്യമുള്ള ഒരു രാവുണ്ട്. മൻ ഹുരിമഹ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ല. ആർക്കാണോ ആ ഒരു രാത്രി നന്മകൾ ചെയ്യാൻ കഴിയാതെ മുടക്കം വരുന്നത് അവർക്ക് എല്ലാ നന്മകളും തടയപ്പെട്ടിരിക്കുന്നു. വലാ യുഹറമു ഖൈറഹ ഇല്ലാ മഹ്റൂം. തുലഞ്ഞു പോയവനല്ലാതെ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം തടയപ്പെടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു മാജ അദ്ദേഹത്തിന്റെ സുനനിൽ സ്വഹീഹായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ട സന്ദർഭങ്ങൾ മാത്രമാണ് ഇനി നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. 3-1 കഴിഞ്ഞു. അതിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ട ഒരു രാവ് നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി. ഇനിയുള്ള രാവുകൾ, പ്രത്യേകിച്ച് ഒറ്റയിട്ട രാവുകൾ, അതിലോരോന്നിലുമാണ് ഒരു സത്യവിശ്വാസി ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നത്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു മാജയുടെ സുനനിൽ അതിന് ഹാശി എഴുതിയിട്ടുള്ള
ഇമാം സിന്ദി അദ്ദേഹം പറയുന്നു, അൽ മുറാദു അന്നഹു ഹുരിമ, ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് ലൈലത്തുൽ ഖദറിന്റെ ഖൈർ തടയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അയാൾക്ക് തടയപ്പെട്ടിരിക്കുന്നു എന്നാണ്. എന്ത് തടയപ്പെട്ടു? ലുത്ഫുള്ള, അള്ളാഹു അയാളോട് കാണിക്കുന്ന കനിവ് ഇല്ലാതായി പോകും. വതൗഫീഖുഹു, നന്മ ചെയ്യാൻ അള്ളാഹു നൽകുന്ന തൗഫീഖ് ഇല്ലാതായി പോകും. വമുനിയ മിനത്താഅതി ഫീഹാ, ആ രാത്രിയിൽ അവന് നന്മകൾ ചെയ്യാൻ കഴിയാതെ പോകും. എത്രത്തോളം എന്നാൽ വൽ ഖിയാമി ബിഹാ, അവന് രാത്രി നിസ്കാരം പോലും ഈ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിർവഹിക്കാൻ പറ്റില്ല. വലഅല്ല ഹാദാ ഹുവല്ലദീ ഫാതഹുൽ ഇശാ തിൽക്കൽ ലൈല ലൈലത അയ്ദൻ, ചിലപ്പോൾ ഫർളായ ഇശാ നിസ്കാരം തന്നെ ചില മനുഷ്യർ ഈ രാത്രിയിൽ ഉപേക്ഷിച്ച് കളയും. അതാണ് തടയപ്പെടുക എന്ന് പറഞ്ഞാൽ. ലൈലത്തുൽ ഖദറിന്റെ നന്മ ഒരാൾക്ക് തടയപ്പെടുക എന്ന് പറഞ്ഞാൽ ആ രാത്രിയിൽ മാത്രം അല്ലാഹു അളവില്ലാതെ നൽകുന്ന 1000 മാസത്തെക്കാൾ വലിയ പുണ്യങ്ങളുണ്ട്. ഫർളിനും സുന്നത്തിനും എല്ലാം അളവറ്റ പ്രതിഫലം. സദഖയും ദിക്റും ഖുർആൻ പാരായണവും എഴുത്തിക്കാഫും എല്ലാറ്റിനും ഏറ്റവും വലിയ പ്രതിഫലം നൽകപ്പെടുന്ന ആ സന്ദർഭത്തിൽ ഇത് റമദാൻ മാസമാണെന്ന് ചിന്തിക്കാതെ, അവസാനത്തെ 10 ആണെന്ന് ചിന്തിക്കാതെ, ലൈലത്തുൽ ഖദറിനെ പറ്റി ആലോചിക്കാതെ തേരാപ്പാര നടന്നാൽ അവന്റെ ദുർഗതി എത്രമാത്രമായിരിക്കും, എത്ര വലിയ നഷ്ടക്കാരനായിരിക്കും അവൻ എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഹസനുൽ ബസ്രി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ ജഅല ശഹ്റ റമളാന മിൽമാറൻ ലിഖൽഖി, റമളാൻ മാസത്തിൽ സൃഷ്ടികൾക്ക് അല്ലാഹു ഒരു ഇടത്താവളം ഒരുക്കിയിട്ടുണ്ട്. അവർ പ്രത്യേകം ഒരുങ്ങേണ്ട ഒരു സങ്കേതം നിശ്ചയിച്ചിട്ടുണ്ട്. യസ്തബിഖൂന ഫീഹി ബിതഅതിഹി ഇലാ മർളാതി, അല്ലാഹുവിന്റെ തൃപ്തി നേടാൻ റമളാനിലെ മറ്റു ദിവസങ്ങളെക്കാൾ ആ സന്ദർഭങ്ങളിൽ അവർ മുന്നിട്ട് വരും. ഫസബഖ ഖൗമൻ ഫഫാസു, ചില ആളുകൾ ആ സന്ദർഭത്തിൽ മുന്നോട്ട് വരികയും അവർ നന്മകൾ നേടുകയും ചെയ്യും. വതഖല്ലഫ ആഖറൂന ഫഖാബു, ചില ആളുകൾ പിന്തിരിയുകയും അവർ നഷ്ടക്കാരായി മാറുകയും ചെയ്യും. ഫൽഅജബു മിനൽ ലാഇബിൽ ലാഹിഖി ഫിൽ യൗം, ഇങ്ങനെ ഒരു ദിവസത്തിൽ ചിരിക്കുകയും കളിക്കുകയും ചെയ്യുന്ന ഒരുത്തന്റെ കാര്യം വല്ലാത്ത അത്ഭുതം തന്നെ. കാരണം അല്ലദീ യഫൂസു ഫീഹിൽ മുഹ്സിനൂൻ വയഖ്സിറു ഫീഹിൽ മുബ്തിലൂൻ, നന്മ ചെയ്യുന്ന ആളുകളൊക്കെ നേടുകയും അതേപോലെ ബാത്തിലിന്റെ ആളുകൾ പാഴാക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. നമ്മൾ ബാത്തിലിന്റെ ആളുകളുടെ കൂടെ ആയിരിക്കണമോ മുഹ്സിനുകളുടെ കൂടെ ആയിരിക്കണമോ എന്നുള്ളത് നമ്മൾ തന്നെയാണ് ചിന്തിക്കേണ്ടത്. ലൈലത്തുൽ ഖദർ ഉൾക്കൊള്ളുന്ന അവസാനത്തെ 10 സംബന്ധിച്ചാണ് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് ഇപ്രകാരം പറഞ്ഞത്. ഇമാം മുജാഹിദ് താബിഈങ്ങളിൽ പ്രമുഖനാണ്, മറ്റൊരു പ്രമുഖനാണ്. അദ്ദേഹം പറഞ്ഞു, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, ലൈലത്തുൽ ഖദർ എന്നാൽ 1000 മാസത്തെക്കാൾ പുണ്യമുള്ള ഒരൊറ്റ രാവാണ്. മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ ഖാല, അദ്ദേഹം വിശദീകരിച്ചു, അമലുഹാ വസിയാമുഹാ വഖിയാമുഹാ ഖൈറും മിൻ അൽഫി ശഹർ, ഈ ലൈലത്തുൽ ഖദറിന്റെ ദിവസത്തെ നമ്മുടെ എല്ലാ അമലുകളും എല്ലാ ഇബാദത്തുകളും പ്രത്യേകിച്ച് നോമ്പും രാത്രിയുള്ള ഖിയാമും അതെല്ലാം തന്നെ 1000 മാസത്തെക്കാൾ, അത് നമ്മുടെ ദുനിയാവിന്റെ കണക്കെടുത്താൽ തന്നെ 83 വർഷത്തിൽ കൂടുതൽ വരുന്ന ഒരു സമയമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് വീണ്ടും പറഞ്ഞു, ഇതിൽ തന്നെ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതം വരെ സമാധാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖാല, അദ്ദേഹം പറയുന്നു, ഇദാ കാന ലൈലത്തുൽ ഖദ്രി ലം തസലിൽ മലായികതു തഖ്ഫഖു ബിഅജ്നിഹതിഹാ ബിസ്സലാമി മിനല്ലാഹ്, ഈ രാത്രി ലൈലത്തുൽ ഖദ്ർ വന്നു കഴിഞ്ഞാൽ മലക്കുകൾ അവരുടെ ചിറകുകൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കും അല്ലാഹുവിൽ നിന്നുള്ള സമാധാനവും റഹ്മത്തുമായി. ബിസ്സലാമി മിനല്ലാഹി വറഹ്മ മിൻ ലദുൻ സ്വലാത്തിൽ മഗ്രിബ് ഇലാ തുലൂഇൽ ഫജ്ർ, ലൈലത്തുൽ ഖദ്റിന്റെ ആ രാവിലെ മഗ്രിബ് നമസ്കാരം മുതൽ പിറ്റേന്ന് നേരം പുലരുന്ന മത്ലഉൽ ഫജ്റിന്റെ പ്രഭാതം നിസ്കാരമായ സുബഹ് വരെയും മലക്കുകളുടെ ചിറകുകൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. അതിലൂടെ ഈ ലോകത്തേക്ക് ധാരാളമായി റബ്ബിന്റെ കാരുണ്യം വന്ന് ഉതിർന്നു വീണുകൊണ്ടിരിക്കും എന്ന് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് വിശദീകരിച്ചത് കാണാം. ലൈലത്തുൽ ഖദറിന്റെ അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിച്ചു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞു, സ്വബീഹത്തു ലൈലത്തുൽ ഖദർ തത്ലു ശംസു ലാ ശുആഅ ലഹാ കഅന്നഹു തസ്തുൻ ഹത്താ തർതഫി, അതായത് ലൈലത്തുൽ ഖദർ എന്നാണോ അല്ലാഹു നിശ്ചയിക്കുന്നത് അന്നത്തെ പ്രഭാതത്തിൽ, ആ ലൈലത്തുൽ ഖദറിന്റെ ദിവസത്തെ പകലിലെ പ്രഭാതമുണ്ടല്ലോ, അതിൽ സൂര്യൻ ഉദിക്കുമ്പോൾ അതിന് രശ്മികൾ ഉണ്ടാവുകയില്ല, സൂര്യന്റെ രശ്മികൾ പ്രസരിക്കുന്നതായി കാണുകയില്ല, ഒരു
തളിക പോലെ അത് ഉയർന്നു പോകുന്ന ദിവസമാണ് ലൈലത്തുൽ ഖദറിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. മറ്റൊന്ന്, അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അതൊരു മിതത്വമായിരിക്കും. ചൂടോ തണുപ്പോ ആളുകളെ ബുദ്ധിമുട്ടിക്കാത്ത വിധം മിതശീതോഷ്ണമായി നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യത്തിൽ പഠിപ്പിച്ചു. കൂടുതൽ ചൂടില്ല, കൂടുതൽ തണുപ്പില്ല, ഒരു മിതമായ കാലാവസ്ഥ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറഞ്ഞു, ലൈലത്തുൽ ഖദ്രി ലൈലത്തുൻ സമിഹത്തുൻ തലിഖത്തുൻ. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ അത് പ്രസന്നതയുള്ള ശാന്തതയുള്ള ഒരു രാവാണ്. ലാ ഹാറത്തുൻ വലാ ബാരിദത്തുൻ, ചൂടില്ലാത്തത് തണുപ്പില്ലാത്തത്. തുസ്ബിഹു ശംസു സബീഹത ലഈഫതൻ ഹംറ, അന്ന് പ്രഭാതത്തിലെ ആ സൂര്യനുണ്ടല്ലോ അത് ദുർബലവും ചുവന്ന നിറത്തിലുള്ളതുമായിരിക്കും എന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന ശംസ തത്ലു കുല്ല യൗമിൻ ബൈന ഖർനൈ ശൈത്താൻ, എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നത് ശൈത്താന് രണ്ട് കൊമ്പുകൾക്കിടയിലാണ്. ഇല്ലാ സ്വബീഹത ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ ഉണ്ടാകാൻ പോകുന്നതിന്റെ പ്രഭാതത്തിലൊഴികെ അന്ന് മാത്രം ശൈത്താന്റെ കൊമ്പുകൾക്കിടയിലൂടെ അല്ല വരുന്നത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. മറ്റൊന്ന്, വീണ്ടും നമുക്ക് കാണാം, ഉബൈ ഇബ്നു കഅബ് എന്ന റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞു, അൻ തത്ലുഅ ശംസു ഫീ സബീഹതിഹാ മിസ്ല തസ്തി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ, ഒരു തളിക പോലെ ആയിരിക്കും സൂര്യൻ, ഒരു പാത്രം കണക്കെ. ലാ ശുആ ലഹാ, അതിന് രശ്മികളില്ല. ഹത്താ തർതഫിയ, അന്ന് സൂര്യൻ ഉയരുന്നതുവരെ രശ്മികൾ പ്രസരിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു പ്രഭാതമായിരിക്കും ലൈലത്തുൽ ഖദറിനെ തുടർന്നുണ്ടാവുക എന്ന് പരിചയപ്പെടുത്തി. മറ്റൊന്ന്, ആ രാത്രിയിൽ സവിശേഷമായി സത്യവിശ്വാസികളുടെ മനസ്സുകളിൽ അള്ളാഹു നിറച്ചു കൊടുക്കുന്ന സമാധാനമാണ്. നമ്മൾ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ നമുക്കുണ്ട്, പല നിലക്കുള്ള പ്രശ്നങ്ങൾ, സുഹൃത്തുക്കളുമായി, പ്രിയപ്പെട്ടവരുമായി, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മക്കളും മാതാപിതാക്കളും തമ്മിൽ, അയൽവാസികൾ തമ്മിൽ പലതരത്തിലുള്ള മാനസികമായ അകലങ്ങളും പ്രശ്നങ്ങളും പല നിലക്കും ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ തൊഴിലിന്റെ പേരിൽ, ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ പേരിൽ, സാമ്പത്തികമായ പ്രയാസങ്ങളുടെ പേരിൽ, മക്കളുടെ കല്യാണം ശരിയാകാത്തതിന്റെ പേരിൽ, പല കാരണങ്ങളാലും മനസ്സിൽ ജോലിസ്ഥലത്തോ മറ്റേതെങ്കിലും സ്ഥലത്തോ ഉണ്ടായ ഒരു പ്രശ്നം തീർച്ചയായും നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കാനിടയുണ്ട്. അസ്വസ്ഥതകളില്ലാത്ത ഒരു ദിവസവും മനുഷ്യന് കടന്നു പോവുകയില്ല. ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ പേരിൽ നമുക്ക് മനസ്സിലൊരു അസ്വാരസ്യമുണ്ടാകും. എന്റെ സുഹൃത്ത് എന്നോട് സംസാരിച്ചത് എനിക്കൊന്ന് ഇഷ്ടപ്പെടാതിരുന്നാൽ പോലും എന്റെ മനസ്സിലൊരു പ്രയാസമുണ്ടാകും. എന്നാൽ ലൈലത്തുൽ ഖദറിന്റെ രാവ് ഒരു സത്യവിശ്വാസിക്കും അന്ന് മനസ്സിൽ അലോസരമുണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ വാക്കാണ്. അതുകൊണ്ടാണ് അന്ന് സമാധാനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുക, ഹൃദയവിശാലത ഉണ്ടാവുക. അതേപോലെ തന്നെ അന്ന് എല്ലാ ഇബാദത്തുകളും ഏത് നാളുകളെക്കാളുമേറെ ആസ്വാദനത്തോടുകൂടി റാഹത്തോടുകൂടി എല്ലാ ഇബാദത്തും, ഖിയാമുൽ ലൈലാണെങ്കിലും സദഖയാണെങ്കിലും ഇഅ്തികാഫാണെങ്കിലും ഖുർആൻ പാരായണമാണെങ്കിലും മറ്റുള്ള ദിവസങ്ങളെക്കാൾ റാഹത്തോടുകൂടി സംതൃപ്തിയോടുകൂടി നിർവഹിക്കാൻ കഴിയുക എന്നുള്ളത് ആ രാവിന്റെ മാത്രം പ്രത്യേകതയാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഖതാദ റഹിമഹുല്ലാഹ് പറയുന്നു, ലൈലത്തുൽ ഖദർ എന്നാൽ നന്മകൾക്ക് വർധനവ് ലഭിക്കുന്ന ഒരു ബറക്കത്താണ്. കുല്ലുഹാ ഖൈറുൻ ഇലാ മത്ലഇൽ ഫജ്ർ, അന്നത്തെ എല്ലാ കാര്യങ്ങളും നേരം പുലരുവോളും നന്മകളിലെ വർധനവും മാത്രമാണ്. ലഹാഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ലാ യുഖദ്ദിറുല്ലാഹു ഫീ തിൽക്കൽ ലൈല ഇല്ല സലാമ, ആ രാത്രി അല്ലാഹു സമാധാനമല്ലാതെ മറ്റൊന്നും സത്യവിശ്വാസികൾക്ക് ഖദറാക്കുന്നില്ല. വഫീ സായിരിൽ ലയാലി, മറ്റു രാത്രികളിലൊക്കെ യഖ്ദി, അല്ലാഹു വിധിക്കുന്നത് ബിൽ ബലായ വസ്സലാമ, രണ്ടും ഒരുമിച്ചാണ്. ചിലപ്പോൾ സമാധാനമായിരിക്കും, ചിലപ്പോൾ പരീക്ഷണങ്ങളായിരിക്കും. എല്ലാ രാവിലും അല്ലാഹു നമുക്ക് പരീക്ഷണങ്ങൾ തരാനും സാധ്യതയുണ്ട്, സമാധാനം തരാനും സാധ്യതയുണ്ട്. എന്നാൽ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ അല്ലാഹു സമാധാനം മാത്രമാണ് നൽകുക എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പണ്ഡിതന്മാർ എത്രത്തോളം എന്ന് ചോദിച്ചാൽ തെളിഞ്ഞ രാത്രി എന്ന് പരിചയപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ഉൽക്കകളോ അതുപോലുള്ള എന്തെങ്കിലും വസ്തുക്കളോ പോലും അന്തരീക്ഷത്തെ ഒരിക്കലും പുകപടലമുള്ളതാക്കി തീർക്കുകയില്ല എന്നുള്ളത് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവിന്റെ ഒരു പ്രത്യേകതയായി പഠിപ്പിക്കപ്പെട്ടു. സ്വഹാബികളിൽ ചില ആളുകളൊക്കെ ഇന്ന് ലൈലത്തുൽ ഖദറാണ് എന്ന അനുഭവം സ്വപ്നത്തിൽ കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയാണ് എന്ന് വകവെച്ചു കൊടുത്തത് കാണാം. ഇതിന്റെ അർത്ഥം നമ്മുടെ സ്വപ്നം ശരിയായിക്കൊള്ളണമെന്നല്ല, പക്ഷേ ഒരു സാധ്യതയുണ്ട്. സ്വപ്നത്തിൽ പോലും എനിക്കിന്ന് ലൈലത്തുൽ ഖദറാണ് എന്ന് തോന്നാൻ, അത് മറ്റുള്ളവരോട് പ്രഖ്യാപിക്കാനോ ഇന്ന് തന്നെയാണ് ലൈലത്തുൽ ഖദർ എന്ന് ഉറപ്പിച്ചു പറയാനോ ഉള്ള ഒരു കാരണമായിട്ടല്ല. സ്വഹാബികളിൽ പലരും സ്വപ്നത്തിലൂടെ ആ കാര്യം അറിയിക്കപ്പെട്ടത് സ്വഹീഹായ ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ലൈലത്തുൽ ഖദറിന് എന്തുകൊണ്ട് ലൈലത്തുൽ ഖദർ എന്ന പേര് വന്നു?
പല കാരണങ്ങളാണ് അതിനുള്ളത്. അതിൽ ഇബ്നുൽ ജൗസി റഹിമഹുല്ല അദ്ദേഹം പ്രധാനപ്പെട്ട 5 കാരണങ്ങൾ പറഞ്ഞു. അത് 5ഉം അതിനോട് യോജിക്കുന്നതാണ്. ഒന്ന്, ഖദർ എന്ന് പറഞ്ഞാൽ പദവി എന്നതിനെ കുറിക്കുന്നു. ലൈലത്തുൻ അളീമ, അത് മഹത്വമേറിയ ഒരു രാത്രിയാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയുന്നിടത്ത് ഖുർആനിൽ കാണാം, വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അള്ളാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കിയില്ല. അള്ളാഹുവിന് ഒരു സ്ഥാനമുണ്ട്, ആ സ്ഥാനം അവർ വകവെച്ചു കൊടുത്തില്ല എന്നുള്ളതിന് ഖദറ എന്ന വാക്ക് ഉപയോഗിച്ചു. അപ്പോൾ ഖദർ എന്ന് പറഞ്ഞാൽ സ്ഥാനം എന്നാണ്. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ രാത്രികളിൽ ഏറ്റവും പദവിയുള്ള, അള്ളാഹു ഏറ്റവും പദവിയും സ്ഥാനവും നിർണയിച്ചിരിക്കുന്ന ഒരു രാത്രി എന്നാണ് എന്ന് കാണാൻ കഴിയും. രണ്ടാമതായി അല്ലീഖ്, കുടുസത, സ്ഥലം തികയാതെ വരുന്ന അവസ്ഥ. നിങ്ങൾക്കറിയാമോ, ലൈലത്തുൽ ഖദറിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ജിബ്രീലിന്റെ കൂടെ അനേകം മലക്കുകൾ ഇറങ്ങി വരും. അങ്ങനെ ഭൂമിയിൽ നിലവിലുള്ള സൃഷ്ടികൾക്ക് പുറമെ അതിനേക്കാളും എത്രയെത്രയോ ഇരട്ടി മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഭൂമി തിങ്ങി നിറഞ്ഞതായിത്തീരും. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങളും നന്മകളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കുടുസായി, ഇനി മറ്റൊന്ന് കൊണ്ടുവരാനില്ലാത്തവണ്ണം നിറഞ്ഞു നിൽക്കുന്ന രാവ് എന്ന ആശയം അതിന് പഠിപ്പിക്കപ്പെട്ടതായി കാണാം. നമുക്കറിയാം, കുറഞ്ഞു പോകുന്നത്, മറ്റൊന്നും വരാത്തത്, അതിനെ സംബന്ധിച്ച് ഖുർആനിലും ഖദർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. വമൻ ഖദറ അലൈഹി റിസ്ഖു, ആർക്കെങ്കിലും റിസ്ക് കുറഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ മറ്റൊന്ന് കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ, അത്രമാത്രം ഉള്ളത് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം കടന്നു വരും എന്ന ആശയത്തിലും ഖദർ ഉപയോഗിക്കാറുണ്ട്. മറ്റൊന്ന്, അത് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബലവത്തായ, ഏറ്റവും ശക്തമായ രാത്രി എന്നാണ്. അത് ഇബ്നു ഖുതൈബയുടെ അഭിപ്രായമാണ്. മറ്റൊന്ന്, ഒരാൾ ഏറ്റവും അള്ളാഹുവിന്റെ അരികിലേക്ക് ഏറ്റവും പദവിയുള്ളവരായി തീരുന്ന, അതായത് സത്യവിശ്വാസികൾക്ക് മറ്റു കാലഘട്ടങ്ങളിൽ ഉള്ളതിനേക്കാൾ അള്ളാഹു സ്ഥാനവും പദവിയും നൽകുന്ന രാവാണ്. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് ലൈലത്തുൽ ഖദർ അഞ്ചാമതായി ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഒരു വർഷത്തെ വിധി നിർണയിക്കുന്ന രാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പല സന്ദർഭങ്ങളിലാണ് നമ്മുടെ വിധി എഴുതാറുള്ളത്. അല്ലാഹു വിധി എഴുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം ഏതാണ് എന്നറിയാമോ? അത് ലൈലത്തുൽ ഖദറാണ്. എപ്പോഴാണ് അല്ലാഹു നമ്മുടെ വിധികൾ എഴുതാറുള്ളത്? ഒന്ന്, ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഖലഖല്ലാഹുൽ ഖലായിഖ വഖദ്ദറൽ മഖാദിറ ഖബല 50,000 സനത്തിൻ. അള്ളാഹു എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചു. അതിനു മുമ്പ് 50,000 കൊല്ലം മുമ്പ് അള്ളാഹു വിധിയെല്ലാം എഴുതി വെച്ചു. ഈ പ്രപഞ്ചത്തിൽ ഓരോ ദിവസവും നടക്കേണ്ട ഓരോ ചലനവും അടക്കവും അതെല്ലാം അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട്. ചലിക്കുകയാണെങ്കിലും അടങ്ങുകയാണെങ്കിലും അതെല്ലാം അള്ളാഹു 50,000 കൊല്ലം മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരുടെ കാര്യവും നേരത്തെ എഴുതി വെച്ചു. അള്ളാഹു അല്ലൗൽ മഹ്ഫൂദിൽ എഴുതി വെച്ച കാര്യങ്ങൾ മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അള്ളാഹുവിന്റെ വിധി അനുസരിച്ചാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഖൈറും ഷർറും എന്ന് യാതൊരു സംശയവുമില്ലാതെ വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. വിധിയിൽ വിശ്വസിക്കാതെ നിങ്ങൾ ഒരാൾ മുഅ്മിനാവുകയില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വിധി നിർണയിക്കുന്ന ഒന്നാമത്തെ സന്ദർഭം അതേതാണ്? അത് 50,000 കൊല്ലം മുമ്പാണ് പ്രപഞ്ച സൃഷ്ടിയുടെ. രണ്ടാമത്തേത്, അള്ളാഹു ഓരോ സൃഷ്ടിയെ ആരംഭിക്കുമ്പോഴും അള്ളാഹു വിധി നിർണയിക്കും. ഒരു ചെടിയാണെങ്കിലും ഒരു മനുഷ്യനാണെങ്കിലും, ഒരു മനുഷ്യൻ ഗർഭാശയത്തിലായിരിക്കുന്ന ഒരു നിർണിത സമയം വരുമ്പോൾ ആ വ്യക്തിയുടെ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും പ്രത്യേകമായി രേഖപ്പെടുത്തും. ഇത് 50,000 കൊല്ലം മുമ്പ് എഴുതിയ രേഖയിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ല. ആ രേഖയിൽ എല്ലാവരുടെയും എല്ലാ കാര്യവും ഉണ്ട് എന്ന് മാത്രം. ഈ രേഖയിലാകട്ടെ ഇയാളുടെ മുഴുവൻ കാര്യങ്ങളുമുണ്ട്. എല്ലാ വർഷത്തെയും മരണം വരെയുള്ള, നാശം വരെയുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്ന ഒരു രേഖ ഒരു ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മൂന്നാമതായി, എല്ലാവരുടെയും കർമ്മങ്ങൾ എഴുതി വെക്കുന്ന മറ്റൊരു സമയം നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നതിന് തൊട്ട് മുമ്പും എഴുതി വെക്കും. ഈ ദുനിയാവിൽ ഒരു സംഭവവും ഉണ്ടാകുന്നില്ല ഇല്ലാ ഫീ കിതാബിൻ ഖബല അൻ നബ്റാഹാ. അത് നടക്കുന്നതിന് മുമ്പ് എഴുതി വെക്കും. ഇപ്പൊ ഇവിടെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് വിചാരിക്കാം, ആ സംഭവിക്കുന്ന തൊട്ട് മുമ്പ് വീണ്ടും എഴുതി വെക്കും, എന്നിട്ടേ നടക്കുള്ളൂ. ഓരോ പ്രവർത്തനവും പ്രത്യേകം പ്രത്യേകം എഴുതുക എന്ന രീതി അള്ളാഹുവിനുണ്ട്. അള്ളാഹു അതിന് മലക്കുകളെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. മറ്റൊന്ന്, ഓരോ പ്രവർത്തനവും നടന്നു കഴിഞ്ഞ ഉടനെ എഴുതും. അതിനാണ് റഖീബ് അതീദ്. ഒരുങ്ങി തയ്യാറായി നിൽക്കുന്ന 2 മലക്കുകൾ, ഒരു റഖീബ് അതീദ് വലത്തും ഒരു റഖീബ് അതീദ് ഇടത്തും. നല്ല കാര്യങ്ങൾ എഴുതി വെക്കാൻ വലതുഭാഗത്തും,
തെറ്റായ കാര്യങ്ങൾ എഴുതി വെക്കാൻ ഇടതുഭാഗത്തും അള്ളാഹു മലക്കുകളെ നിർണയിച്ചിട്ടുണ്ട്. അവർ എഴുതി വെക്കുന്നത് എന്താണ്? നമ്മുടെ അമലുകളാണ് അവർ എഴുതി വെക്കുന്നത്. ഈ അമലുകൾ യഥാർത്ഥത്തിൽ എവിടെയുണ്ട്? നമ്മൾ ആ ഗർഭാശയത്തിലായിരിക്കെ അള്ളാഹു എഴുതിയ നമ്മുടേതു മാത്രമായ കർമ്മരേഖയിൽ ഈ അമലുകളുണ്ട്. അതേ പ്രകാരം അള്ളാഹു 50,000 കൊല്ലം മുമ്പ് എഴുതിയ പൊതുരേഖയിൽ അല്ലാഹുൽ മഹ്ഫൂദിൽ അവിടെയും ഇതുണ്ട്. അങ്ങനെ ഈ പ്രവർത്തനം നടക്കുന്നതിന് തൊട്ട് മുമ്പും ഇത് എഴുതി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഉടനെയും റഖീബ് അതീദ് എന്ത് ചെയ്യുന്നു? ആ കാര്യങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം എഴുതി വെക്കുന്നു. ഇതുകൂടാതെ മറ്റൊരെഴുത്തുകൂടിയുണ്ട്. 5-ാമതായി അതേതാണ്? അത് എല്ലാ വർഷവും ലൈലത്തുൽ ഖദറിൽ, എല്ലാ വർഷവും ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പും ഖുർആൻ ഇറങ്ങിയതിന് ശേഷവും എല്ലാ വർഷത്തിലും ലൈലത്തുൽ ഖദർ ഉണ്ട്. അങ്ങനെയുള്ള ഒരു ലൈലത്തുൽ ഖദറാണ് ഖുർആൻ ഇറക്കുന്നതിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തത് എന്നത് ആ ദിവസത്തിന്റെ മഹത്വത്തെ കുറിക്കുന്നു. ലൈലത്തുൽ ഖദറിൽ എന്താണ്? ഒരു വർഷത്തേക്കുള്ള എല്ലാവരുടെ കാര്യവും. പലതരത്തിലാണ് ഓരോ എഴുത്തും, അതിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലായി. ഒരു വർഷം എല്ലാവരുടെയും എല്ലാ സൃഷ്ടികളും അടുത്ത ലൈലത്തുൽ ഖദർ വരെ എന്തെല്ലാമാണ് ഈ പ്രപഞ്ചത്തിൽ നടക്കേണ്ട ചലനങ്ങൾ, ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകേണ്ട അടക്കങ്ങൾ, അതെന്തെല്ലാമാണ് എന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെക്കുന്ന വിധി നിർണയത്തിന്റെ രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ഇങ്ങനെ പല നിലയിൽ ഉള്ള പ്രത്യേകത ഈ രാവിനുണ്ട്. ഇങ്ങനെ ഒരു രാവ് ഇതിന് തുല്യമായി മറ്റൊരു കാലഘട്ടത്തിലും ഇല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ ഓരോ പ്രത്യേകതകൾ, ആ ദിവസത്തെ തിരിച്ചറിയാനുള്ള വഴികൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഈ രാത്രിയുടെ പ്രത്യേകതകൾ ഞാൻ എണ്ണി പറഞ്ഞു. ഒന്നുകൂടി നമുക്കത് നമ്പർ ഇട്ട് പറയാം. ഒന്നാമതായി ഖുർആൻ ഇറങ്ങിയ രാവാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട റമദാൻ മാസം, റമദാനിലെ ലൈലത്തുൽ ഖദറിലാണ് ഈ രാവുള്ളത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. രണ്ടാമതായി 1000 മാസത്തെക്കാൾ എല്ലാ ഇബാദത്തുകൾക്കും പുണ്യമുണ്ട്, പ്രതിഫലമുണ്ട്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. എന്താണ് ലൈലത്തുൽ ഖദർ? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. നിനക്കറിയാമോ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ അത് 1000 മാസത്തെക്കാൾ പുണ്യമുള്ളതാണ്. മൂന്നാമതായി ജിബ്രീൽ അലൈഹിസ്സലാം മുഴുവൻ മലക്കുകളും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സത്യവിശ്വാസികൾ കലവറയില്ലാതെ സന്തോഷിക്കേണ്ട അന്ന് തരുന്നത്ര പ്രതിഫലം അല്ലാഹു മറ്റൊരിക്കലും തരുന്നില്ല. അന്ന് കാരുണ്യം വിതറപ്പെടുന്ന അത്രയും മറ്റൊരു കാലഘട്ടത്തിലും ഈ പ്രപഞ്ചത്തിൽ കാരുണ്യമുണ്ടാകുന്നില്ല. അന്ന് സമാധാനമുണ്ടാകുന്ന അത്രയും മറ്റൊരിക്കലും സമാധാനമുണ്ടാകുന്നില്ല. ഇന്ന് മറ്റൊരു ദിവസമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കലും ഭൂമിയിലേക്ക് ഇറങ്ങാതെ അവസാനമായി കയറിപ്പോകുന്ന ഒരു ദിവസമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ധാരാളം മലക്കുകളെ അല്ലാഹു വിന്യസിച്ചിട്ടുണ്ട്. ആ മുഴുവൻ മലക്കുകളും ആകാശത്തേക്ക് കയറിപ്പോകുന്ന ഒരു ദിവസമുണ്ട്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും ഭയപ്പെടുന്ന ഒരു ദിവസം, കാഫിറുകൾക്ക് അങ്ങേയറ്റത്തെ അപമാനമായിട്ടുള്ള ഒരു ദിവസം. മനസ്സിലായില്ലേ? തഅറുജുൽ മലായികത്തു വറൂഹു ഫീഹാ എന്ന് പരിചയപ്പെടുത്തി ആ രാത്രിയിൽ മലക്കുകളും അതേപോലെ ജിബ്രീൽ അലൈഹിസ്സലാമും ആകാശത്തേക്ക് കയറിപ്പോകും. എല്ലാ നന്മകളും നിലച്ചു പോകുന്ന ലോകാവസാനത്തിന്റെ ദിവസമാണത്. അതൊരിക്കൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ജിബ്രീലും മലക്കുകളും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ആഹ്ലാദത്തിന്റെ ദിവസം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രതിഫലത്തിന്റെ പൂക്കാലമാണ്. അത്രയും വലിയ നന്മയുടെ ദിവസം എല്ലാ വർഷത്തിലുമുണ്ട്. അത് ലൈലത്തുൽ ഖദറിൽ ആ നിയ്യത്തോടെ ബോധത്തോടെ ഇബാദത്തുകളുമായി കാത്തിരിക്കുന്നവർക്കാണ്. ആ സമയത്തും ഭാര്യമാരുമായി വിരിപ്പുകളിൽ കഴിച്ചുകൂട്ടുന്നവർക്കെല്ലാം, സ്വത്തിന് ആക്രാന്തം കാണിച്ച് മാർക്കറ്റുകളിൽ സമയം ഉറക്കമിളച്ച് ചെലവഴിക്കുന്നവർക്കെല്ലാം, ദുനിയാവിലെ അള്ളിപ്പിടിച്ച ആളുകൾക്കെല്ലാം, നേരെ മറിച്ച് റബ്ബിലേക്ക് ഒഴിഞ്ഞിരിക്കുന്നവർക്കും അതേപോലെ റബ്ബിന്റെ മുന്നിലേക്ക് സംഭാഷണം നടത്തുന്നവർക്കും ദുനിയാവുമായുള്ള എല്ലാ ഏർപ്പാടുകളും പരമാവധി മുറിച്ചുകൊണ്ട് ഇബാദത്തുകളിലേക്ക് മാത്രമായി മുഴുകുന്നവർക്ക് അവർക്കാണ് ഈ ഒരു രാവിനെ മുതലെടുക്കാൻ സാധിക്കുക. അതിനി വരുന്ന ഏതൊരു രാത്രിയിലുമാകാം. അതുകൊണ്ട് റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിലൂടെയാണ് പോകുന്നത്. ഇതുവരെ നഷ്ടമായതൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കണം. ഖുർആൻ പാരായണം ഇപ്പോഴും എനിക്ക് പകുതി പോലും ഓതാൻ പറ്റിയില്ലല്ലോ എന്ന ഭയപ്പാടില്ല. നഷ്ടപ്പെട്ടതൊക്കെ ഓതി തീർക്കാൻ, ഖുർആൻ ഓതി തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് 3 ദിവസം ധാരാളം മതിയാകും. അതല്ല 2 ദിവസം കൊണ്ടും സാധിക്കും, 1 ദിവസം കൊണ്ടും ഖുർആൻ പൂർത്തീകരിക്കാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ നേരത്തെ ഉദാഹരണ സഹിതം മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതായിരുന്നാലും ധാരാളമായി മലക്കുകൾ ഇറങ്ങി വരുന്ന ഒരു സത്യവിശ്വാസി ഏറ്റവും പുളകിതനാകേണ്ട സന്ദർഭമാണ്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. റബ്ബിന്റെ എല്ലാ കൽപ്പനകളുമായും മലക്കുകളും ജിബ്രീലും ഇറങ്ങി വരുന്ന സമയമെന്ന് പരിചയപ്പെടുത്തി.
മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, അന്നൽ മലായികത ഫീ ഹാദിഹി ലൈല തകൂനു അക്സറ അദദൻ മിനൽ ഹസാ അലൽ അർദ്. ഭൂമിയിൽ എത്രമാത്രം ചരൽക്കല്ലുകൾ ഉണ്ടാകുമോ, ഈ ഭൂമിയിലൊട്ടാകെ എത്രമാത്രം ചരൽക്കല്ലുകൾ ഉണ്ടാകുമോ അത്രയും കോടിക്കണക്കായ മലക്കുകളാണ് ഈ ദിവസം ഇറങ്ങി വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ മലക്കുകളുടെ ജോലി എന്താ? ഇബാദത്തുകളിൽ മുഴുകുന്നവരെ ചുറ്റിപ്പറ്റിയിരിക്കും. പള്ളികളിലാണെങ്കിലും ശരി, വീടുകളിലാണെങ്കിലും ശരി, മാർക്കറ്റുകളിലാണെങ്കിലും ശരി, ദിക്റുകളിലായിരിക്കുന്നവരുടെ കൂടെ അവരുണ്ടാകും, ഖുർആൻ ഓതുന്നവരുടെ കൂടെ അവരുണ്ടാകും, ദീൻ പഠിക്കുന്നവരുടെ കൂടെ അവരുണ്ടാകും. അവർക്ക് പാപമോചനം കിട്ടാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവരോടുള്ള ബഹുമാനം നിമിത്തം അവർ ചിറകുകൾ താഴ്ത്തിവെക്കും. അതേപോലെ തന്നെ എല്ലാ നന്മയുടെ സദസ്സുകളിലും ഈ ജിബ്രീലും കൂട്ട് സദഖ കൊടുക്കുന്നവർക്ക് വേണ്ടി ഈ മലക്കുകൾ പ്രത്യേകമായി ദുആ ചെയ്യും. താലിബുൽ ഇൽമിന് വേണ്ടി ബഹുമാനാർത്ഥം അവർ ചിറകുകൾ താഴ്ത്തിവെക്കും എന്നെല്ലാം വിവിധ രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ടു. ഇത്രയേറെ മലക്കുകൾ ഈ ഭൂമിയുടെ നാനാദിക്കിലും, പ്രത്യേകിച്ച് സത്യവിശ്വാസികളുള്ള ഇടത്ത്, മുവഹിദുകളുള്ള ഇടത്ത് ഈ മലക്കുകൾ അളവില്ലാതെ വിന്യസിക്കപ്പെടും എന്ന് നബി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കാണ്. ആ ഒരു രാത്രിയെ ബോധമുള്ള ഒരുത്തൻ വിട്ടുകളയുമോ എന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ചോദിക്കാനുള്ളത്. മറ്റൊന്ന്, അതിന്റെ പ്രത്യേകത സമാധാനം, നേരം പുലരുവോളം സമാധാനം, നരകത്തിൽ നിന്നുള്ള സമാധാനം. നരകത്തിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും ഈ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവിൽ തിരിയാൻ കഴിയില്ല. ഖബർ ശിക്ഷയിൽ നിന്നുള്ള മുക്തി, ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണം, എല്ലാത്തരം ഭയത്തിൽ നിന്നുമുള്ള സമാധാനം പുലരുവോളും അല്ലാഹു നിർണയിച്ചിട്ടുണ്ട്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, നേരം പുലരുവോളം സമാധാനം. അന്ന് രാത്രി അല്ലാഹു രോഗാണുക്കളെ സത്യവിശ്വാസികളിൽ ഇറക്കുകയില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. മുഅ്മിനുകളെ ആ രാത്രിയിൽ പിടികൂടാൻ ശൈത്താന്മാർക്ക് സാധിക്കുകയില്ല. അല്ലാഹു നിർഭയത്വവും ആഫിയത്തും നൽകുന്ന ഒരു രാത്രിയാണത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ആ രാത്രിയിൽ അവർക്ക് മുക്തിയാണ്. ഇതിനെല്ലാം ഉപരി ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അല്ലാഹു നരകമോചനം നൽകുന്ന, നമ്മൾ പഠിച്ചിട്ടുണ്ട്, വലില്ലാഹി ഉതഖാഉ മിനന്നാർ. റമദാനിലെ ഓരോ രാവിലും രാത്രിയിൽ നിന്ന് എല്ലാ ദിവസവും അളവില്ലാതെ നരകമോചനം കൊടുക്കപ്പെടുന്ന പലരുമുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അല്ലാഹു നരകമോചനം പ്രഖ്യാപിക്കുന്നത് ലൈലത്തുൽ ഖദറിലാണ്. അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷ, നരകത്തിൽ നിന്നുള്ള മോചനം, ഇതെല്ലാം നിർണയിക്കപ്പെട്ട രാവ് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. ബറക്കത്തുകൾക്ക് യാതൊരു കുറവുമില്ല. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളതു തന്നെ കൂടുതലായി ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ലൈലത്തുൽ ഖദറിനെ, ഖുർആൻ അവതരിപ്പിച്ച ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് പറഞ്ഞു, ബറക്കത്താക്കപ്പെട്ട രാത്രിയിലാണ് നാം അതിറക്കിയത്. ഇന്നാ കുന്നാ മുൻസിരീൻ, നിങ്ങളെ താക്കീത് ചെയ്യുന്നവനാണ്. ഇത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, ഇത് നഷ്ടപ്പെട്ടവന് ഖൈറുകൾ മുഴുവൻ നഷ്ടപ്പെട്ടു എന്നുള്ള താക്കീതും ഇതിന്റെ കൂടെയുണ്ട്. എല്ലാറ്റിലും ഉപരി റമദാനിന്റെ ആത്മാവാണ് ലൈലത്തുൽ ഖദർ. അതുകൊണ്ട് തന്നെ വ്യക്തിനിഷ്ഠമായ ഇബാദത്തുകളുടെ ഉത്സവമാണ്. വ്യക്തിനിഷ്ഠമായ ഇബാദത്തുകൾ നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൂട്ടി ഇഫ്താർ നടത്തേണ്ട സമയമല്ല. ഇഫ്താർ നടത്തുന്നതിന് വിരോധമൊന്നുമില്ല. മറ്റുള്ളവരെ പറ്റി ചിന്തിക്കേണ്ട നേരമല്ല. എനിക്ക് പരലോകത്തേക്ക് എന്തെല്ലാം കൊണ്ടു നടക്കാൻ പറ്റും, പാർട്ടി പ്രവർത്തനങ്ങളുടെ സമയമല്ല. ഇതെന്തിന്റെ സമയമാണ് എന്നറിയാമോ? ഇത് വ്യക്തിനിഷ്ഠമായ ഇബാദത്തുകൾ, പള്ളിയിൽ പരമാവധി സമയം കഴിച്ചുകൂട്ടുക. അതേപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഖിറാഅത്തിൽ മുഴുകുക, ഖിയാമുൽ ലൈൽ നഷ്ടപ്പെടുത്താതിരിക്കുക. ഫർളുകളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ല. ജമാഅത്തുകളൊന്നും പാഴായി പോകാതെ ഓരോ ദിവസവും ശ്രദ്ധിക്കുക. ഈ 10 ദിവസങ്ങൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയുസ്സിൽ തന്നെ ഏറ്റവും വിലപ്പെട്ടതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഇന്നഹാദ ശഹറ ഖദ് ഹദറക്കും, ഈ മാസം നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു. വഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തെക്കാൾ പുണ്യമുള്ള ഒരു രാത്രി ഇതിലുണ്ട്. മൻ ഹുരിമഹാ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ല, ആർക്കാണ് ഇത് തടയപ്പെടുന്നത്, സകല നന്മകളും അവന് തടയപ്പെട്ടു കഴിഞ്ഞു. വലാ യുഹറമു ഖൈറഹാ ഇല്ലാ മഹ്റൂം, തൊലഞ്ഞു പോയവൻ, എല്ലാം തടയപ്പെട്ടവനല്ലാതെ ഈ രാവ് ഒരിക്കലും തടയപ്പെടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന കാര്യം, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഇദാ ദഖലൽ അശ്റു സദ്ദ മിഅ്സറ, അവസാനത്തെ 10 വന്നാൽ ഭാര്യ ഭർത്തൃബന്ധം ഉപേക്ഷിക്കും, അരക്കച്ച കെട്ടിമുറുക്കും. വാഹിയാ ലൈല, രാത്രി സമയത്തെ ജീവിപ്പിക്കും. ഉറങ്ങുകയാണെങ്കിൽ പകലാണ് ഉറങ്ങുന്നത്. രാത്രി സജീവമായിരിക്കാൻ, ആവശ്യത്തിന് കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാനുള്ള ആരോഗ്യത്തിന് ആവശ്യമായ ഉറക്കമല്ലാതെ അവസാനത്തെ 10 ഉറക്കം വളരെ കുറവാണ്. രാത്രി അദ്ദേഹം ജീവിപ്പിക്കും. വീട്ടുകാരെ ഉണർത്തും.
ഭാര്യയെയും മക്കളെയും അവരെയൊക്കെ വിളിച്ചുണർത്തും. ഇത് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ട രാവാണ്. ഇപ്രകാരമാണ് ഈ രാത്രിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോജനപ്പെടുത്തിയിരുന്നത്. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇന്ന ഹാദൽ ഹദീസ, ഈ ഒരു ഹദീസ് ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ വായിച്ചത്, ഫീഹി ദലാലത്തുൻ, ഈ ഹദീസിൽ ഒരു തെളിവുണ്ട്, അലാ മുദാവമത്തിൽ ഖിയാമി ഫിൽ അശ്റിൽ അവാഖിർ, അവസാനത്തെ 10 എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കൽ പതിവാക്കണം. ഇതുവരെ നമ്മൾ ഏതെങ്കിലും തറാവീഹ് വിട്ടുപോയിട്ടുണ്ടെങ്കിലും അവസാനത്തെ 10 ഒരു തറാവീഹ് അല്ലെങ്കിൽ ഒരു ഖിയാമുൽ ലൈൽ അത് നമ്മൾ വിട്ടുപോകരുത്. റജാഅ ഖത്മ അശ്ശഹരി ബിൽ ഖൈർ, ഈ മാസത്തെ അവസാനിപ്പിക്കുന്നത് ഏറ്റവും മികച്ചത് കൊണ്ടായിരിക്കണം എന്നാണ്. ഇത് റമദാനിന്റെ അവസാനത്തെ 10 അവസാനത്തെ ഭാഗമാണ്. ഏതൊരു ഇബാദത്തും പരിഗണിക്കപ്പെടുന്നത് അതിന്റെ അവസാനം നോക്കിയിട്ടാണ്. ഇന്നമൽ അഅ്മാലു ബിഖവാതീമിഹാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എല്ലാ അമലുകളും പരിഗണിക്കപ്പെടുന്നത് അതിന്റെ അവസാനം നോക്കിയിട്ടാണ്. ഒരു ഇബാദത്തിന്റെ അവസാന ഭാഗം ഏറ്റവും കൃത്യമായിരുന്നാൽ അതിന്റെ മുമ്പുള്ള പോരായ്മകൾ വരെ പരിഹരിക്കപ്പെടും. ആദ്യത്തേതൊക്കെ കൃത്യമായി അവസാനത്തേത് പൊളിഞ്ഞുപോയാൽ ചിലപ്പോൾ ആദ്യത്തേത് പോലും പരിഗണിക്കപ്പെടുകയില്ല. അതുകൊണ്ട് റമദാനിന്റെ ഈ അവസാന നാളുകൾ മറ്റേത് നാളുകളെക്കാൾ കൂടുതൽ നമ്മൾ ഉത്സാഹിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിയത് കാന യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 അത്യധ്വാനം ചെയ്തു, കൂടുതൽ ഇബാദത്തുകൾ ചെയ്തു, ക്ലേശിച്ച് ഇബാദത്തുകൾ ചെയ്തു. മാലാ യജ്തഹിദു ഫീ ഗൈരിഹാ, മറ്റൊരു കാലഘട്ടത്തിലും അധ്വാനിക്കാത്ത വിധം ആ രൂപത്തിൽ കൂടുതൽ പണിയെടുക്കാൻ ദീനിന്റെ വിഷയത്തിൽ പരലോകത്തിനു വേണ്ടി ദുനിയാവിന്റെ ആസ്വാദനങ്ങളും കാഴ്ചകളും നോട്ടങ്ങളും കേൾവികളും അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് ദിക്റിലേക്കും ദുആയിലേക്കും ഖുർആൻ പാരായണത്തിലേക്കും സ്വദഖയിലേക്കും സുന്നത്ത് നിസ്കാരങ്ങളിലേക്കും സാധിക്കുമെങ്കിൽ പൂർണ്ണമായി പള്ളികളിൽ തന്നെ ചെലവഴിക്കുന്നിടത്തേക്കും മാറുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. ലൈലത്തുൽ ഖദറിനെ മുതലെടുക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരായ മുവഹിദുകളിൽ, യഥാർത്ഥ നോമ്പുകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മൻ ലാ നബിയ്യ ബഅദ അമ്മാ ബഅദു ഫഊസികും സാനിയം വഇയ്യായ ബിതഖ്വല്ലാഹ്. അള്ളാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ട ഇബാദത്തുകളെ കുറിച്ച് ആരും അറിയാത്തവരല്ല. എന്നിരുന്നാലും ഇത്തരം സന്ദർഭത്തിൽ നമ്മളതൊന്ന് വീണ്ടും അയവിറക്കണം. റമദാനിലെ എല്ലാ നോമ്പും പ്രത്യേകം പുണ്യമുള്ളതാണ്, എല്ലാ ഖിയാമും പ്രത്യേകം പുണ്യമുള്ളതാണ് എന്നറിയാം. എന്നാൽ ലൈലത്തുൽ ഖദറിലേത് നബി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും ലൈലത്തുൽ ഖദറിൽ ഈമാനോടെയും പ്രതിഫലേച്ഛയോടെയും രാത്രി നിസ്കാരം നിർവഹിച്ചാൽ അവരുടെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടു. അപ്പൊ ലൈലത്തുൽ ഖദറിൽ നിസ്കാരം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് നേരത്തെ നമ്മൾ വായിച്ചു. അഹ്യാ ലൈലഹു വഅയ്ഖദ അഹ്ല വശദ്ദൽ മിഅ്സർ. അരക്കച്ച മുറുക്കും എന്ന് പറഞ്ഞാൽ ഭാര്യാഭർത്തൃബന്ധം ഉപേക്ഷിക്കും എന്നാണ്. പള്ളിയിലേക്ക് ഒഴിഞ്ഞിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇബാദത്തുകളിലേക്ക് ഒഴിഞ്ഞിരിക്കാൻ വേണ്ടി. അഹിയാലയിലെ രാത്രിയെ ജീവിപ്പിക്കും, കുടുംബങ്ങളെ ഉണർത്തും. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. മറ്റൊന്ന് ഖുർആൻ പാരായണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ റമദാനിലും അതുവരെ ഇറങ്ങിയ ഖുർആൻ ആയത്തുകളൊക്കെ ജിബ്രീൽ അലൈഹി സ്വലാമിന് ഓതിക്കൊടുക്കാറുണ്ട് മുഴുവനായും. എന്നാൽ അദ്ദേഹം മരണമടയുന്ന വർഷത്തിൽ 2 തവണയാണ് ഖുർആൻ ജിബ്രീൽ അലൈഹി സ്വലാമിന് പൂർത്തീകരിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റൊരു ഇബാദത്ത്, പ്രധാനപ്പെട്ട ഇബാദത്ത് ഇഅ്തികാഫാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിവേദനം ചെയ്യപ്പെടുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകിഫുൽ അശ്റൽ അവാഖിർ മിൻ റമദാൻ. റമദാനിലെ അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരുന്നിരുന്നു. ഹത്താ തവഫാഹുല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തെ മരിക്കുന്നതുവരെ. സുമ്മ അഅ്തകഫ അസ്വാജുഹു മിൻ ബഅദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷവും പള്ളിയിൽ ഇഅ്തികാഫിരുന്നിരുന്നു. ആയിഷ ബീവിയിൽ തന്നെ മറ്റൊരു റിപ്പോർട്ട് ബുഖാരിയിലുള്ളതാണ്. ബുഖാരിയിൽ തന്നെ കാണാം, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദക്കറ അൻ യഅ്തകിഫൽ അശ്റൽ അവാഖിറ മിൻ റമദാൻ ഫസ്തഅ്സനതുഹു ആയിഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിൽ വെച്ച് ഇഅ്തികാഫിരിക്കാൻ പോവുകയാണ് എന്ന് പരാമർശിച്ചു. അപ്പോൾ ആയിഷ ബി ചോദിച്ചു, ഞാനും വരട്ടെ, എനിക്കും ഇഅ്തികാഫിരുന്നു കൂടെ? ഫഅദിന ലഹ, അപ്പോൾ അവർക്ക് അനുമതി കൊടുത്തു. വസഅലത് ഹഫ്സ, ആയിഷ ബീവിക്ക് അനുമതി കൊടുത്തത് കേട്ടപ്പോൾ ഹഫ്സ ബീവി നബിയോട് ചോദിച്ചു, ആയിഷ ചോദിച്ചതുപോലെ തന്നെ എന്ത് അനുമതി. വസഅലത് ഹഫ്സതു ആയിഷത അൻ തസ്തഅദിന ലഹ, ഹഫ്സ ബീവി എന്ന് ആയിഷ ബീവിയോട് പറഞ്ഞു, ഒന്ന് എനിക്കും പെർമിഷൻ കിട്ടുമോ? കാരണം ഈ ഇഅ്തികാഫിരിക്കുന്നതിന്റെ തലേ ദിവസം ആയിഷ ബീവിയുടെ വീട്ടിലാണ് നബി ഉള്ളത്. എനിക്കും ഇഅ്തികാഫിരിക്കാൻ സമ്മതം തരുമോ എന്ന് ചോദിക്കാൻ ആവശ്യപ്പെട്ടു. ഫഫഅലത്, അങ്ങനെ അവർ ചോദിച്ചു, അവർക്കും അനുമതി കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ഭാര്യമാരും ഇഅ്തികാഫിരുന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇഅ്തികാഫിനെ സംബന്ധിച്ച്
പല നിലക്കുള്ള ആശയക്കുഴപ്പങ്ങളും അസ്വസ്ഥതകളും നമുക്കിടയിൽ ഉണ്ടാകാറുണ്ട്. പണ്ഡിതന്മാർ അതെല്ലാം കൃത്യമായി നമുക്ക് വിവരിക്കുകയും വേർതിരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, ഒരു ഇഅ്തികാഫ് ആകണമെങ്കിൽ ഈ 10 ദിവസം മുഴുവനായി ഇരിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. യാതൊരു സംശയവും വേണ്ട, റമദാനിൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് പറയുന്ന ഇഅ്തികാഫ് 10 ദിവസങ്ങളിലും ഇരിക്കുന്ന ഇഅ്തികാഫാണ്. ആ ഇഅ്തികാഫിന് തുല്യമായി മറ്റൊരു ഇഅ്തികാഫുമില്ല. അതായത് 21-ന് രാവിന് മഗ്‌രിബോടുകൂടി പള്ളിയിലെത്തുകയും പള്ളിയിൽ തന്നെ താമസിക്കുകയും, എത്രത്തോളം എന്നറിയാമോ? അടുത്തൊരു ജനാസ സംസ്കരണം ഉണ്ടെങ്കിൽ അതിൽ പോലും പങ്കെടുക്കാൻ വേണ്ടി പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ പൂർണ്ണമായി പള്ളിയിൽ ചെലവഴിച്ച് അവർക്ക് ഇളവുള്ള അടിയന്തരമായി പുറത്തിറങ്ങേണ്ട സാഹചര്യങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇഅ്തികാഫ് ഇരിക്കുന്ന ആളുകൾ അറിവുള്ളവരോട് ചോദിച്ച് ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാക്കണം. ഏതായിരുന്നാലും ആ ദിവസം മുതൽ പെരുന്നാളിന്റെ പ്രഭാതം വരെ അല്ലെങ്കിൽ തലേന്ന് മഗ്‌രിബ് വരെ അതൊരു ഖിലാഫുള്ള മസ്അലയാണ്. ഈ സമയം അത്രയും എന്ത് ചെയ്യണം? ഏറ്റവും ചുരുങ്ങിയത് പെരുന്നാൾ രാവ് വരെ പൂർണ്ണമായി പള്ളിയിൽ തന്നെ ചെലവഴിക്കുക. അവരുടെ വിശ്രമവും ഉറക്കവും ഭക്ഷണവും ഒക്കെ അവിടെ തന്നെയാണ്. ആ നിലക്ക് പള്ളിയിൽ തന്നെ ചെലവഴിക്കുന്ന ഇഅ്തികാഫാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരുന്നിരുന്നു, നബിയുടെ ഭാര്യമാർ ഇഅ്തികാഫ് ഇരുന്നിരുന്നു. ഇഅ്തികാഫ് എന്ന ആ ഒരു ടെർമിനോളജി, ആ ഒരു സാങ്കേതിക പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് 10 ദിവസം പൂർണ്ണമായ ഇഅ്തികാഫാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളുക. പിന്നെ രണ്ടാമതൊരു ചോദ്യം, ചില ആളുകൾ രാത്രിക്ക് പ്രത്യേകതയുണ്ടല്ലോ, ലൈലത്തുൽ ഖദർ, ആ സമയത്ത് മാത്രം ഇഅ്തികാഫ് ഇരുന്നാലോ? തീർച്ചയായും അത് പുണ്യമാണ്, അതിന് വലിയ പ്രതിഫലമുണ്ട്. വീട്ടിലോ അങ്ങാടിയിലോ ഇരിക്കുന്ന പ്രതിഫലമല്ല. തീർച്ചയായിട്ടും പള്ളിയിൽ ഇരുന്നാലുണ്ടാവുക. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകവും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പുണ്യം കിട്ടുന്നത് സാധിക്കുമെങ്കിൽ, മറ്റുള്ള ഭയപ്പാടുകളുടെ സാഹചര്യം ഒന്നുമില്ലെങ്കിൽ രാത്രി സമയത്ത് പള്ളിയിൽ ചെലവഴിച്ചാൽ, പകല് ജോലിക്ക് പോകൽ നിർബന്ധമായ അവസ്ഥയിലുള്ളവരുണ്ടായിരിക്കാം, മറ്റു തടസ്സങ്ങളുള്ളവർ, അല്ലെങ്കിൽ ചെറിയ കൊച്ചു കുഞ്ഞുങ്ങളുള്ളവർ, നമുക്ക് എന്തെങ്കിലും പ്രാരാബ്ധങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, മാറ്റിവെക്കാൻ പറ്റാത്ത പ്രാരാബ്ധങ്ങളുള്ള ആളുകൾ, എല്ലാവർക്കും ഒന്ന് ഇഅ്തികാഫിരിക്കാൻ സാധിച്ചു കൊള്ളണം എന്ന്. അത്തരം ആളുകൾക്ക് രാത്രി മാത്രമാണോ ഇരിക്കാൻ പറ്റുക? മഗ്‌രിബ് മുതൽ സുബ്ഹ് വരെ അവർക്ക് ഇരിക്കാം. അതല്ല, ഒരു കുറഞ്ഞ സമയമാണോ? 1 മണിക്കൂറാണ് പള്ളിയിൽ ചെലവഴിക്കുന്നതെങ്കിലും പുറത്ത് ചെലവഴിക്കുന്നതിനേക്കാൾ അത് പുണ്യമാണ്. അത് രാത്രിയിലും പുണ്യമാണ്, അത് പകലിലും പുണ്യമാണ്. ഇനി ആരും വിചാരിക്കേണ്ടതില്ല രാത്രിയിൽ മാത്രമാണ് ലൈലത്തുൽ ഖദർ ഇരിക്കേണ്ടത് എന്ന്, നമ്മൾ ഇഅ്തികാഫ് ഇരിക്കേണ്ടത് എന്നും. പകലിലും നമുക്ക് എന്ത് ചെയ്യാം? ഇഅ്തികാഫിന് അള്ളാഹു നിശ്ചയിച്ച ഈ ലൈലത്തുൽ ഖദർ, ആ രാവിലുള്ള പുണ്യം അത് കാത്തിരിക്കുന്നവർക്ക് ആ രാത്രിയുടെ പകലിലുള്ള ഇബാദത്തുകൾക്കും ഉണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കണം. പകലിൽ വന്ന് ഇഅ്തികാഫ് ഇരുന്നാലും ആ പുണ്യം കിട്ടും. അപ്പോൾ 1 മണിക്കൂറും ഇഅ്തികാഫിരിക്കാം, ഒരു രാത്രിയും ഇഅ്തികാഫിരിക്കാം. പക്ഷേ യഥാർത്ഥ ഇഅ്തികാഫ് അതൊന്നുമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഒരു ചോദ്യമുണ്ട്, സ്ത്രീകൾക്ക് ഇഅ്തികാഫിരിക്കുന്നത് പ്രേരിപ്പിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും ശരിയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് തന്റെ ഭാര്യമാരെ ഇഅ്തികാഫിരിക്കാൻ അനുവദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണ് അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷവും ഇഅ്തികാഫിരുന്നത്. അപ്പോഴും ചില ആളുകൾക്ക് ഒരു സംശയമുണ്ട്, ഇപ്പൊ പള്ളികളിലൊക്കെ ഒരു സമ്പ്രദായം കാണുന്നുണ്ട്, വലിയ ഫിത്തനയാണല്ലോ. ചില ആളുകൾ വിചാരിച്ചത് പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് വരലാണ് ഫിത്തന എന്ന്. അങ്ങനെയല്ല, നേരെ മറിച്ച് ഫിത്തനയുള്ളപ്പോൾ പെണ്ണുങ്ങൾ പള്ളിയിൽ വരാതിരിക്കണമെന്നാണ്. ഒരു സലഫിയുടെ നാവിൽ നിന്നും, ഒരു മുഅ്മിനിന്റെ നാവിൽ നിന്നും പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് വരുന്നതും, അതും തൗഹീദിന്റെ പള്ളിയിലേക്ക് വരുന്നതും ഫിത്തനയാണ് എന്ന ഒരു പദം അറിയാതെ പോലും നമ്മൾ ഉപയോഗിച്ചു പോകരുത്. അവർ അള്ളാഹുവിന്റെ പ്രവാചക പത്നിമാരെ പിന്തുടരുന്നവരാണ്. അവർ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവർ സമ്മതം ചോദിച്ചാൽ തടയാൻ ഭർത്താക്കന്മാർക്ക് അവകാശമില്ല. പള്ളിയിലേക്ക് പോകാൻ സമ്മതം ചോദിച്ചിട്ട് സമ്മതം നൽകാതിരിക്കുന്നവരാണ് ഫിത്തനക്കാരെന്ന് മനസ്സിലാക്കണം. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ് അവർ ലംഘിക്കുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പള്ളിയിൽ വരുന്നത് ഫിത്തനയല്ല. ഫിത്തനയുള്ളപ്പോൾ പള്ളിയിൽ വരാൻ പാടില്ല. അത് ശരിയാണ്, ചില പള്ളി ഉണ്ടാകും, അതിൽ നോട്ടവും കാര്യവും ഒന്നും ഉണ്ടാകില്ല, പെണ്ണുങ്ങളടുത്തേക്ക് ആർക്കും കയറി വരാൻ പറ്റും, പ്രത്യേകമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകാൻ പാടില്ല എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മറ്റു കുടുംബ വീടുകളിലേക്കും മാർക്കറ്റുകളിലേക്കും മറ്റ് ആവശ്യങ്ങളിലേക്കും ഒക്കെ സുരക്ഷിതമായി പോകാൻ കഴിയുന്ന പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ മാത്രം വരുമ്പോൾ ഒരു ഫിത്തന ഉണ്ടാകും എന്ന് ധരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. പിന്നെയും ഒരു ചോദ്യം ഈ വിഷയത്തിലുണ്ട്. എന്താണ്? മഹ്റമില്ലാതെ, അതായത് ഭർത്താവില്ല, അല്ലെങ്കിൽ സഹോദരന്മാരില്ല, വാപ്പയില്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീക്ക് പള്ളിയിൽ വന്ന് ഇഅ്തികാഫിരിക്കാൻ പറ്റുമോ? ഈ മഹ്റം എന്നുള്ളത് യാത്രയിൽ മാത്രമാണ് സുന്നത്തുള്ളത് എന്ന് പണ്ഡിതന്മാർ കൃത്യമായി ഫത്വ നൽകിയിട്ടുണ്ട്. ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിച്ചു, മാ ഹുക്മു ഇഅ്തികാഫിൽ മർഅത്തി
ബിൽ ഹറം ബിദൂനി മഹറം, മഹറമില്ലാതെ ഹറമിലെ പള്ളിയിൽ, മക്കയിലോ മദീനയിലോ ഏറ്റവും കൂടുതൽ അന്യന്മാർ കടന്നു വരുന്ന സ്ഥലമാണല്ലോ. അപ്പൊ അവിടെ ഇഴ്തികാഫിരിക്കുന്നത് അതിന്റെ വിധി എന്താണ്? അവിടെ ഉണ്ടാകുന്ന പുരുഷന്മാരുടെ തിരക്കും ആണുങ്ങൾ സ്ത്രീകളുടെ അരികിലൂടെ നടക്കുന്ന സാധ്യതകളും അങ്ങനെയുള്ള ഖുശൂ കുറഞ്ഞു പോകാനുള്ള അവസരങ്ങളും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ചോദ്യം. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം കൊടുക്കുന്ന മറുപടി ലാ ബഅസ മിനൽ ഇഴ്തികാഫി ബിൽ മസ്ജിദിൽ ഹറാം ഔ ഗൈരിഹി മിനൽ മസാജിദിൽ നിസാ. മഹറമില്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിൽ മാത്രമല്ല ലോകത്തെ ഒരു പള്ളിയിലും ഒരു പെണ്ണ് സുരക്ഷിതമായി ഇഴ്തികാഫിരിക്കാൻ സാധിക്കുമെങ്കിൽ മഹറം കൂടെ ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. സുരക്ഷിതത്വം ഉണ്ടായാൽ മതി. മറ്റു സ്ത്രീകളൊക്കെ ഉള്ളയിടത്ത് നമ്മുടെയൊക്കെ പള്ളികൾ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള സംവിധാനങ്ങളും വേർതിരിവുകളും സുരക്ഷിതത്വങ്ങളും ഒക്കെ ഉറപ്പിച്ചതുകൊണ്ട് പള്ളിയിൽ വരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ തടയാൻ പാടില്ല. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വിരോധമാണ്, പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അതിനപ്പുറത്ത് എന്റെ തഖ്വ വർദ്ധിപ്പിക്കാൻ വേണ്ടി തഖ്വയെ നിർണയിക്കുന്നത് അല്ലാഹുവാണ്. അതിന്റെ വിധിവിലക്കുകൾ അവൻ നൽകിയിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. എന്നാൽ പള്ളിയിൽ ഇത്തികാഫിരിക്കണമെങ്കിൽ ഭർത്താവിന്റെ സമ്മതം വാങ്ങിയിരിക്കണം. ഭർത്താവിന്റെ സമ്മതമില്ലാതെ, ഇനി ഭർത്താവില്ലാത്തവരാണെങ്കിൽ പിതാവിന്റെ സമ്മതമില്ലാതെ, രക്ഷിതാക്കളുടെ സമ്മതമില്ലാതെ ഒരിടത്തേക്കും പെണ്ണിന് പുറത്തിറങ്ങാൻ പാടില്ലാത്തതുപോലെ ഇത്തികാഫിരിക്കാനും പോകാൻ പാടില്ല എന്നുള്ളത് സാന്ദർഭികമായി മനസ്സിലാക്കിക്കൊള്ളുക. ഇനി ഏറ്റവും പ്രധാനമായി തൗബയാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ന്യൂനതകളും പോരായ്മകളും അറിവുകേടുകളും അവിവേകങ്ങളും അതൊക്കെ റബ്ബിനോട് ഏറ്റുപറഞ്ഞ് പരിഹരിക്കേണ്ട സന്ദർഭമാണ്. ധാരാളമായി സദഖ നൽകുകയും ധാരാളമായി തൗബ ചെയ്യുകയും, പ്രത്യേകിച്ചും അത്താഴ സമയങ്ങളിൽ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന് എന്നോട് മാപ്പ് ചോദിക്കാൻ ആരുണ്ട്, ഞാൻ മാപ്പ് നൽകാം എന്ന് പറയുന്ന ആ സന്ദർഭത്തിൽ കരഞ്ഞുകൊണ്ട് നമ്മുടെ പാപങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് റബ്ബിനോട് പാപമോചനം തേടേണ്ട അവസാനത്തെ 10 നമ്മുടെ മുന്നിലുള്ളത്. ഒരു ദിവസവും ഒരു രാവും ഒരു പകലും പാഴാക്കാതെ ഉപയോഗപ്പെടുത്തുക, ഇബാദത്തുകളിൽ മുഴുകുക, യഥാർത്ഥ മുവഹിദും മുഅ്മിനുമായി തീരുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على إطاعتك. اللهم تقبل منا صيامنا وقيامنا وآخر دعوانا أن الحمد لله رب العالمين.